ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോളജി ഓഫ് കിൻഷിപ്പ് എന്ന പേപ്പറിന്റെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് കിൻഷിപ്പ് സ്റ്റഡീസ് ഇതിന്റെ രണ്ടാമത്തെ പാർട്ടായിരിക്കും. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിൻഷിപ്പ് സ്റ്റഡീസിനെ വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ നിന്നായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ കിൻഷിപ്പ് സിസ്റ്റത്തിനെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും പഠിക്കുന്നത്. അപ്പോ ഇന്ത്യത്തെ കിൻഷിപ്പ് സ്റ്റഡീസ് ഇന്ത്യൻ സൊസൈറ്റിത്തെ ഡൈവേഴ്സിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലേക്ക് പോകുന്ന സമയത്ത് കിൻഷിപ്പ് ഓർഗനൈസേഷനിൽ വരുന്ന മാറ്റങ്ങള്, വേരിയേഷൻസ് എന്നിവയായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 1940s-ലും 1970s-ത്തെയും ഇന്ത്യൻ ആന്ത്രോപോളജിസ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട റിസർച്ച് ഏരിയ അല്ലെങ്കിൽ റിസർച്ച് ഫീൽഡ് ആണ് കിൻഷിപ്പ് സിസ്റ്റം. അപ്പൊ അവര് കിൻഷിപ്പ് സിസ്റ്റത്തിനെ വില്ലേജ്, അതുപോലെ തന്നെ റിലീജിയൻ, കാസ്റ്റ് തുടങ്ങിയവയുടെ ബേസിസിൽ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റിൽ നിന്നായിരുന്നു പഠിക്കാനായി ശ്രമിച്ചത്. അപ്പോൾ അതൊരു സെപ്പറേറ്റ് സിസ്റ്റമായി പഠിച്ചിരുന്നെങ്കിൽ പോലും അത് വളരെ റെയർ ആയിരുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും GS ഗുരെ, ഐരാവതി കാർവെ, TN മദൻ, MN ശ്രീനിവാസൻ എന്നിവരുടെ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. GS ഗുരെ ഇന്ത്യൻ സോഷ്യോളജിക്ക് വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിനെയാണ് ഇന്ത്യൻ സോഷ്യോളജിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മറ്റ് പ്രൊമിനന്റ് ആയിട്ടുള്ള ഇന്ത്യൻ സോഷ്യോളജിസ്റ്റും, അതായത് ഇപ്പോ KM കപാഡിയ, ഇനി നമുക്ക് പഠിക്കാനുള്ള MN ശ്രീനിവാസൻ, ഐരാവതി കാർവെ, ഇവരൊക്കെ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോ അദ്ദേഹം കിൻഷിപ്പ് സിസ്റ്റത്തിനെ ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ സൊസൈറ്റീനെ ടെക്സ്ച്വൽ സോഴ്സിന്റെ ബേസിസിൽ പഠിക്കുക. അപ്പൊ ടെക്സ്ച്വൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? വേദാസ്, മനുസ്മൃതി, അതുപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള റിലീജിയസ് ടെക്സ്റ്റ്. അപ്പൊ ഇതിന്റെ ബേസിസിലൊക്കെ പഠിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഡോളജി എന്ന് പറയുക. അപ്പൊ അതിനെ നമ്മൾ ടെക്സ്ച്വൽ പെർസ്പെക്റ്റീവ് എന്നും വിളിക്കും. അപ്പൊ അദ്ദേഹം പറയുന്നത് നമുക്ക് എൻഡോഗമിയിലൂടെ കിൻഷിപ്പ് സിസ്റ്റത്തിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പൊ എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്ന് മാത്രം പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുന്ന ഒരു ഫോം ഓഫ് മാരേജിനെയാണ് നമ്മൾ എൻഡോഗമി എന്ന് പറയാം. ഇപ്പൊ കാസ്റ്റ് എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാസ്റ്റിനുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാർട്ട്ണറിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ആ ഒരു ഫോം ഓഫ് മാരേജിനെയാണ് നമ്മൾ കാസ്റ്റ് എൻഡോഗമിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് കിൻ ആൻഡ് കാസ്റ്റ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ സൊസൈറ്റിയിൽ മാത്രമല്ല, മറിച്ച് മറ്റ് സൊസൈറ്റികളിലും എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കിൻഷിപ്പും അതുപോലെ കാസ്റ്റും പണ്ട് കാലത്ത് ഇന്ത്യത്തെ ഇന്റഗ്രേറ്റീവ് ഫ്രെയിംവർക്ക്സ് ആയിരുന്നു. അതായത് ഇവ ഇന്റഗ്രേഷന് ഹെൽപ്പ് ചെയ്തിരുന്നു എന്ന്. ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ ഇന്റഗ്രേഷൻ, അല്ലെ, ഒരു മാരേജിലൂടെ രണ്ട് ഗ്രൂപ്പ് തമ്മിൽ എന്താവുകയാണ്? ഇന്റഗ്രേഷന് നടക്കുകയാണ്, അല്ലെ? ഇതിനെയാണ് അപ്പോ അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കിൻഷിപ്പും അതുപോലെ തന്നെ കാസ്റ്റും ക്ലോസ്ലി റിലേറ്റഡ് ആണ് എന്നാണ്. GS ഗുരെ അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള ഫാമിലി ആൻഡ് കിൻ ഇൻ ഇൻഡോ യൂറോപ്യൻ കൾച്ചർ, ഇവിടെ അദ്ദേഹം ഇൻഡോ ആര്യൻ, ഗ്രീക്ക്, അതുപോലെ തന്നെ ലാറ്റിൻ കൾച്ചറിന്റെ ഇടയിൽ ഉപയോഗിക്കുന്ന കിൻഷിപ്പ് ടെർമിനോളജീസ്, അതുപോലെ തന്നെ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബിഹേവിയേഴ്സ്, ഇവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ ഒരു ബുക്കിൽ നടത്തിയിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്കായിട്ടുള്ള ടു ബ്രാഹ്മണിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവിടെയും അദ്ദേഹം ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവിലൂടെ ആയിരുന്നു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ GS ഗുരേന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള KM കപാഡിയയും അദ്ദേഹത്തിന്റെ ഈ ഒരു അപ്രോച്ച്, അതായത് ഇൻഡോളജിക്കൽ അപ്രോച്ച് ഉപയോഗിച്ചായിരുന്നു KM കപാഡിയന്റെ ബുക്ക്, അതായത് കിൻഷിപ്പിലും ഈ ഒരു പഠനം നടത്തിയത്. അപ്പോ അതായത് ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റിന്റെ ബേസിസിൽ അദ്ദേഹം അവരുടെ ഇടയിലത്തെ കിൻഷിപ്പ്, മാരേജ് എന്നിവയിൽ പഠനം നടത്തി. ഐരാവതി കാർവെ. അപ്പൊ ഐരാവതി കാർവെ ഇന്ത്യത്തെ ആദ്യത്തെ ഫീമെയിൽ ആന്ത്രോപോളജിസ്റ്റ് ആയിരുന്നു. അപ്പൊ അവര് പറയുന്നത് ഒരു റീജിയനിൽ നിന്ന് ഒരു റീജിയനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ എന്ത് കാണാൻ സാധിക്കും? കിൻഷിപ്പ് സിസ്റ്റത്തിന്റെ അകത്ത് ഉള്ള വേരിയേഷൻസ്, ചേഞ്ചസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യത്തെ കിൻഷിപ്പ് പാറ്റേൺ യൂണിഫോം അല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോ ഐരാവതി കാർവെ ഒരു ഇൻഡോളജിസ്റ്റ് ആയിരുന്നു. അപ്പൊ അവരുടെ ബുക്കായിട്ടുള്ള കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ, ഇവിടെ അവര് ഇന്ത്യത്തെ കിൻഷിപ്പിന് ലാംഗ്വേജിന്റെ ബേസിസിൽ 4 സോൺ ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, അതുപോലെ തന്നെ സെൻട്രൽ സോൺ.
അപ്പോ നമ്മളൊക്കെ ഈ സൗത്ത് സോണിലാണ് പെടുന്നത്. ഇനി നമുക്ക് ഓരോ സോണിന്റെയും ഫീച്ചേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ സോണാണ് നോർത്ത് സോൺ. അപ്പൊ ഈ നോർത്ത് സോണില് എന്താണ് ബ്ലഡ് റിലേഷനും അതുപോലെ തന്നെ അഫിനൽ റിലേഷനും ഉപയോഗിക്കുന്ന ടേംസ് എന്ന് പറയുന്നത് എന്താണ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രൈമറി ടേംസ് ആണ് നമ്മള് 3 ജനറേഷൻ ഓഫ് ഇമ്മീഡിയറ്റ് റിലേഷൻ എന്ന് വെച്ചാൽ ഇപ്പോ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, ചിൽഡ്രൻ. ഓക്കെ, ഇതാണ് 3 ജനറേഷൻ ഓഫ് ഇമ്മീഡിയറ്റ് റിലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരെ അഡ്രസ് ചെയ്യാൻ നമ്മൾ പ്രൈമറി ടേംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ജനറേഷന് അഡ്രസ് ചെയ്യുന്ന ആ ഒരു ടേംസ് വെച്ചിട്ട്, കിൻഷിപ്പ് ടേംസ് വെച്ചിട്ട് നമുക്ക് മറ്റൊരു ജനറേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്രസ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഈ 3 ജനറേഷനും നമ്മൾ 3 വ്യത്യസ്ത പ്രൈമറി ടേംസ് കൊണ്ടുകൂടിയാണ് അഡ്രസ് ചെയ്യുന്നത്. പിന്നെ അവിടെ 4 ഗോത്ര റൂൾ അവര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതായത് 4 ഗോത്ര റൂൾ അതായത് സസൻ റൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി അയാളുടെ അമ്മ, അച്ഛൻ, അതുപോലെ തന്നെ അമ്മയുടെ അമ്മ, അതുപോലെ തന്നെ അച്ഛന്റെ അമ്മ, ഇവരുടെ ബന്ധത്തിൽപ്പെട്ട, ഇവരുടെ ഗോത്രത്തിൽപ്പെട്ട റിലേറ്റീവ്സുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല എന്ന്. അപ്പൊ ഈ 4 ഗോത്രാസിന് എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം എന്നാണ് പിന്നെ ഈ 4 ഗോത്ര റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ബ്രാഹ്മൺസും അതുപോലെ തന്നെ മറ്റുയർന്ന ജാതിക്കാരാണ്. അപ്പൊ ലോവർ കാസ്റ്റില് പ്രധാനമായിട്ടും അവര് എന്താണ് 2 ഗോത്രാസിനെയാണ് അവോയ്ഡ് ചെയ്യുന്നത്. അതായത് ഫാദറിന്റെയും മദറിന്റെ സൈഡത്തെയും 2 ഗോത്രാസിന്. അതുപോലെ തന്നെ നോർത്തേൺ സോണിൽ നമുക്ക് കാസ്റ്റ് എൻഡോഗമിയും അതുപോലെ തന്നെ ക്ലാൻ എക്സോഗമിയും കാണാൻ സാധിക്കും. അപ്പൊ ക്ലാൻ എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ക്ലാനിന്റെ പുറത്തുനിന്ന് വേണം ഒരു വ്യക്തി എന്ത് ചെയ്യാൻ, പാർട്ട്ണറിനെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ. അതുപോലെ തന്നെ കാസ്റ്റ് എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്, കാസ്റ്റിന്റെ ഉള്ളിന്ന് ഉള്ളിന്ന് മാത്രമേ ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ട്ണറിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഫോം ഓഫ് മാരേജിനെയാണ് നമ്മൾ കാസ്റ്റ് എൻഡോഗമിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്ലാൻ എക്സോഗമി എന്ന് പറഞ്ഞാൽ ആ ക്ലാനിന്റെ പുറത്തുനിന്ന് വിവാഹം കഴിക്കണം. അപ്പൊ അതിനെയാണ് നമ്മൾ ക്ലാൻ എക്സോഗമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ പുറത്ത്. ഓക്കെ, എൻഡോഗമി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ. ഇനി ഉള്ളത് സെൻട്രൽ സോൺ. അപ്പോൾ സെൻട്രൽ സോണിൽ നമുക്ക് നോർത്ത് സോണത്തെയും അതുപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൗത്ത് സോണത്തെയും പല ഫീച്ചേഴ്സും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോ ഐരാവതി കാർവേ പറയുന്നത് ഇവിടെ മാരേജ് എന്ന് പറയുന്നത് എന്താണ്, എക്സോഗാമസ് ആണ്. പക്ഷേ ഗുജറാത്തില് ചില സ്ഥലങ്ങളില് നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അമ്മയുടെ ബ്രദറിനെ വിവാഹം കഴിക്കുന്ന അത്തരം പ്രാക്ടീസസും അവിടെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലെവിറേറ്റ്. അപ്പൊ ലെവിറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ത്രീ ആ സ്ത്രീന്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത്, അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാല് ഭർത്താവിന്റെ ബ്രദറിനെ വിവാഹം കഴിക്കുന്ന ആ ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ ലെവിറേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ ഈ ഒരു പ്രാക്ടീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവര് പറയുന്നത്. അപ്പോ സെർട്ടൺ കാസ്റ്റിന്റെ ഇടയിൽ, അതായത് ഐരാവതി കാർവേ പറയുന്നത് സെർട്ടൺ കാസ്റ്റ് ആയിട്ടുള്ള മറാത്താസും അതുപോലെ തന്നെ കുൻബീസിന്റെ ഇടയിൽ നമുക്ക് ബ്രൈഡ് പ്രൈസും അതുപോലെ തന്നെ ഡൗറിന്റെ പ്രാക്ടീസും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഡൗറി എന്ന് പറഞ്ഞാൽ എന്താണ്, പെൺകുട്ടീന്റെ വീട്ടുകാർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡൗറി എന്ന് പറയുക, സ്ത്രീധനം. ഓക്കെ, ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബ്രൈഡ് പ്രൈസ് എന്ന് പറയുന്നത്. ചെക്കന്റെ വീട്ടുകാർ കൊടുക്കുന്നതിനെ നമ്മൾ എന്താ പറയാ, ബ്രൈഡ് പ്രൈസ് എന്നാണ് പറയാം. അപ്പോ പിന്നീട് അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, മഹാരാഷ്ട്ര കിൻഷിപ്പ് ഓർഗനൈസേഷനിൽ ഈ നോർത്ത് സോണിന്റെയും അതുപോലെ തന്നെ സൗത്ത് സോണിന്റെയും ഇൻഫ്ലുവൻസ് നമുക്ക് വളരെയധികം കാണാൻ സാധിക്കുന്നതാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് ആണ് സൗത്ത് സോൺ. അപ്പൊ നമ്മളൊക്കെ പെടുന്നത് ഈ സൗത്ത് സോണിലാണ്. ഓക്കെ, ഐരാവതി കാർവേ പറയുന്നത് നോർത്ത് സോണിലും അതുപോലെ തന്നെ സൗത്ത് സോണിലും കോമൺ അല്ലാത്ത പല കിൻഷിപ്പ് പാറ്റേണും നമുക്ക് ഈ ഒരു സോണിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു സോണിൽ പ്രധാനമായിട്ടും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് പാട്രിലീനിയൽ അതുപോലെ തന്നെ പാട്രിലോക്കൽ സിസ്റ്റം ആണ്. അപ്പൊ പാട്രിലീനിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഡിസെന്റിനെ ട്രേസ് ചെയ്യുന്നത് മെയിൽ ലൈൻ വഴിയാണ്. അതുപോലെ തന്നെ പാട്രിലോക്കൽ എന്ന് പറയുന്നത് മാരേജിന് ശേഷം ആ കപ്പിള് ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അതായത് ഭാര്യ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് താമസം മാറും വിവാഹത്തിന് ശേഷം. അതിനെയാണ് നമ്മള് പാട്രിലോക്കൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അപ്പോ എന്നിരുന്നാലും ചില സൊസൈറ്റികളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? മാട്രിലീനിയൽ അതുപോലെ തന്നെ മാട്രി ലോക്കൽ സിസ്റ്റവും കാണാൻ പറ്റും. അതായത് മാട്രിലീനിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഡിസെന്റിനെ നമ്മള് ഫീമെയിൽ ലൈൻ വഴിയാണ് ട്രേസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മാരേജിന് ശേഷം ആ കപ്പിള് താമസിക്കുക അവരുടെ വൈഫിന്റെ വീട്ടിലായിരിക്കും. ഓക്കെ, അപ്പൊ നായർ സൊസൈറ്റി ഈ മാട്രിലീനിയൽ സിസ്റ്റത്തിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അപ്പൊ പിന്നെ പറയുന്നത് പ്രിഫറൻഷ്യൽ മാരേജിനെ പറ്റിയിട്ടാണ്. അപ്പൊ പ്രിഫറൻഷ്യൽ മാരേജ് എന്ന് പറഞ്ഞാല് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് അലയൻസിന് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് അലയൻസിന് മാരേജ് സിസ്റ്റത്തിൽ പ്രിഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിഫറൻഷ്യൽ മാരേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് ക്രോസ് കസിൻ മാരേജ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്രിഫറൻഷ്യൽ മാരേജ് സിസ്റ്റം ആണ്. അപ്പൊ ക്രോസ് കസിൻ മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ട സിബ്ലിങ്സിന്റെ മക്കള് തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെയാണ് നമ്മൾ ക്രോസ് കസിൻ മാരേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ക്രോസ് കസിൻ മാരേജ് ക്രോസ് കസിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു കുട്ടിയുടെ പാരന്റിന്റെ ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ട സിബ്ലിങ്ങിന്റെ ചിൽഡ്രനെയാണ് അവര് എന്ത് പറയുന്നത്? ക്രോസ് കസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ അച്ഛന്റെ സിസ്റ്ററുടെ മക്കൾ, അതുപോലെ തന്നെ എന്റെ അമ്മയുടെ ബ്രദറിന്റെ മക്കൾ, അപ്പൊ ഇവരൊക്കെയാണ് നമ്മൾ ക്രോസ് കസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്രോസ് കസിൻ ഫോം ഓഫ് മാരേജ് പിന്നെ ഈ ഒരു സൗത്ത് സോണിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നോർത്ത് സോണിലൊക്കെ ശരിക്കും പറഞ്ഞാല് ഫാമിലി ഓഫ് ഓറിയന്റേഷനും അതുപോലെ തന്നെ ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ, അല്ലെ, മാരേജിന് ശേഷം ഫോം ചെയ്യുന്ന ഒരു ഫാമിലി. അപ്പൊ ഇതൊക്കെ തമ്മിൽ നമുക്ക് ക്ലിയർ കട്ട് ഡിവിഷൻ അവിടെ കാണാൻ സാധിക്കും. പക്ഷെ ഒരു സൗത്ത് സോണിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഫാമിലി ഓഫ് ഓറിയന്റേഷൻ, നമ്മൾ ജനിച്ചു വളർന്ന ഫാമിലിയും അതുപോലെ തന്നെ ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ, മാരേജിന് ശേഷം ഫോം ചെയ്തിട്ടുള്ള ഫാമിലിയും തമ്മിലുള്ള ക്ലിയർ കട്ട് ഡിവിഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ക്രോസ് കസിൻ മാരേജ് ആണ്. നെക്സ്റ്റ് ആണ് ഈസ്റ്റേൺ സോൺ. അപ്പൊ ഇവിടെ വന്നിട്ട് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓസ്ട്രോ ഏഷ്യാറ്റിക് ട്രൈബ്സിനെയാണ്. ഓക്കെ, അതുപോലെ തന്നെ മുണ്ടാരി ലാംഗ്വേജ് സംസാരിക്കുന്ന എല്ലാവരും പാട്രി ലോക്കൽ അതുപോലെ തന്നെ പാട്രി ലീനിയൽ ഫാമിലീസിൽ പെട്ടവരായിരുന്നു. പിന്നെ ഇവിടെ സന്താൾ അതുപോലെ തന്നെ പോയും ക്രോസ് കസിൻ മാരേജ് ആയിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്നിരുന്നാലും ഇത് വളരെ റെയർ ആയിരുന്നു ഈ ഒരു ഏരിയയിൽ. ഇപ്പോ ഖാസീസ് ഒക്കെ ക്ലാൻ എക്സോഗമി ആയിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ക്ലാൻ എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ ക്ലാനിന്റെ പുറത്തു നിന്ന് വേണം വിവാഹം കഴിക്കാനായിട്ട് വേണ്ടത്. അതിനെയാണ് നമ്മൾ ക്ലാൻ എക്സോഗമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പാർട്ട്ണറിനെ ആ ക്ലാനിന്റെ പുറത്തു നിന്ന് വേണം നമ്മൾ തെരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ അതുപോലെ തന്നെ നായർ സൊസൈറ്റിന്റെ പോലെ പിന്നെ ഈ മാട്രിലീനിയൽ സിസ്റ്റം, അല്ലെ, നായർ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മാട്രിലീനിയൽ സിസ്റ്റം ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇവിടെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നായർ സൊസൈറ്റിയിൽ അതെന്തായിരുന്നു? വിസിറ്റിംഗ് ഹസ്ബൻഡ് ആയിരുന്നു, അല്ലെ? അതായത് ഭാര്യന്റെ വീട്ടിലോട്ട് ഭർത്താക്കന്മാരെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെയല്ല, മറിച്ച് ഭാര്യയും ഭർത്താവും ഒരു ഹൗസ് ഹോൾഡിലായിരിക്കും താമസിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇൻഹെറിറ്റൻസ് റൈറ്റ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ഇളയ മകൾക്കായിരിക്കും പോവുക. അതുപോലെ തന്നെ പറയാനുള്ളത് ഹോ മുണ്ട എന്ന് പറയുന്ന ഈ രണ്ട് ഗ്രൂപ്പിന്റെ ഇടയിലും നമുക്ക് പിന്നെ ടോട്ടമിക് എക്സോഗമി കാണാൻ പറ്റും. അതായത് സെയിം ടോട്ടമിക് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാർ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിവാഹം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പാരലൽ കസിൻ മാരേജ് ഇവിടെ പ്രൊഹിബിറ്റഡ് ആയിരുന്നു. അപ്പോ ക്രോസ് കസിൻ പറഞ്ഞാൽ എന്താ? ക്രോസ് കസിൻ മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സെക്സിൽ പെട്ട സിബ്ലിങ്സിന്റെ മക്കൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെയാണ് നമ്മൾ ക്രോസ് കസിൻ മാരേജ് എന്ന് പറയുക. അപ്പൊ പാരലൽ കസിൻ മാരേജ് എന്ന് പറഞ്ഞാലോ സെയിം സെക്സിൽ പെട്ട സിബ്ലിങ്സിന്റെ മക്കൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെയാണ് നമ്മൾ പാരലൽ കസിൻ മാരേജ് എന്ന് പറയും. അപ്പോൾ ഈ പാരലൽ കസിൻ മാരേജ് ഇവിടെ പ്രൊഹിബിറ്റഡ് ആയിരുന്നു. ഓക്കെ, അടുത്തതാണ് TN മദൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ വർക്കായിട്ടുള്ള ഫാമിലി ആൻഡ് കിൻഷിപ്പ്, എ സ്റ്റഡി ഓഫ് പണ്ഡിറ്റ്സ് ഓഫ് റൂറൽ കാശ്മീർ. അപ്പൊ അവിടെ അദ്ദേഹം റൂറൽ കാശ്മീരത്തെ പണ്ഡിറ്റ്സിന്റെ ഇടയിലായിരുന്നു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് 1957 തൊട്ട് 1958 വരെ ഈ ഒരു ടൈം പീരീഡിലായിരുന്നു അദ്ദേഹം അവിടെ പോയിട്ട് ഫീൽഡ് വർക്ക് ആയിരുന്നു, ടെക്സ്ച്വൽ അപ്രോച്ച് ആയിരുന്നില്ല കേട്ടോ.
അപ്പൊ അവിടെ പോയിട്ട് അവിടെ അദ്ദേഹം കിൻഷിപ്പ് എന്താ പറയാ സിസ്റ്റത്തിനെയൊക്കെ പറ്റിയിട്ട് പഠിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ പണ്ഡിറ്റ്സിന്റെ ഇടയിലത്തെ കിൻഷിപ്പ് റിച്വൽസ് എന്ന് പറയുന്നത് എന്താണ്, സാൻസ്ക്രിറ്റിക്കും അതുപോലെ തന്നെ നോൺ സാൻസ്ക്രിറ്റിക് റൈറ്റ്സും അതുപോലെ തന്നെ സെറിമണീസിന്റെ ഒരു കോമ്പിനേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് പണ്ഡിറ്റ്സിനെ 2 സബ് കാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതായത് ഗോർ എന്ന് വെച്ചാല് പ്രീസ്ലി പിന്നെ വർക്ക് ചെയ്യുന്നവര്, അതായത് ഇപ്പൊ പൂജ അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്നവര്, അതുപോലെ തന്നെ കർക്കുൻ. അപ്പൊ ഇവര് എന്താണ് സാധാ വർക്കേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ ഇടയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇന്റർമാരി ചെയ്യാൻ പാടില്ല. അതായത് എന്താണ് എൻഡോഗമി, സബ് കാസ്റ്റ് എൻഡോഗമി ആയിരുന്നു ഇവര് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ സബ് കാസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, മാരി ചെയ്യണം. പക്ഷെ എന്തായിരുന്നു, ഗോത്ര എക്സോഗമി ആയിരുന്നു, ഗോത്രത്തിന്റെ പുറത്തുനിന്ന് വേണം. അപ്പോ ഇവരുടെ റിലീജിയന്റെ പുറത്തു നിന്ന് വിവാഹം കഴിച്ചത് പൊല്യൂഷൻ ആയിട്ടാണ് ഇവര് അത് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പം കേരള സൊസൈറ്റിയിൽ നമ്മൾ പണ്ട് കണ്ടിരുന്നത് എന്താണ്, ഉയർന്ന ജാതിക്കാര് താഴ്ന്ന ജാതിക്കാരൊക്കെ തൊട്ട് കഴിഞ്ഞാൽ എന്താണ് അയിത്തം, അല്ലെ, പൊല്യൂട്ടന്റ് ആയി എന്നാ പറയുക. അപ്പൊ ഇതേ ഒരു സിസ്റ്റമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവരുടെ റിലീജിയന് പുറത്തുനിന്ന് ആരെങ്കിലും വിവാഹം കഴിച്ചത് എന്താണ്, പൊല്യൂഷൻ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വില്ലേജ് എക്സോഗമിയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വില്ലേജ് എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ വില്ലേജിന്റെ പുറത്തു നിന്ന് വേണം അവര് അവരുടെ പാർട്ട്ണറിനെ അല്ലെ സെലക്ട് ചെയ്യാൻ എന്നതാണ്. അപ്പോ ഇവിടെ റെസിപ്രോക്കൽ മാരേജസും കണ്ടിരുന്നു. അതായത് റെസിപ്രോക്കൽ മാരേജസ് എന്ന് പറഞ്ഞാല് ഒരു ഫാമിലിയിൽ നിന്ന് അവരുടെ മകളെ മറ്റൊരു ഫാമിലിയിലേക്ക് കൊടുക്കുമ്പോ ഇപ്പൊ പിന്നെ അല്ലെ കൊടുത്ത ഒരു ബ്രൈഡിന്റെ ബ്രദർ ഉണ്ടായിരിക്കില്ല, ഈ ബ്രദറിന് ഈ കൊടുത്ത ആ ഫാമിലിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് എന്ത് കൊടുക്കണം, ഡോട്ടർ ഇൻ ലോനെ തിരിച്ചിങ്ങോട്ട് കൊടുക്കണം. അപ്പൊ അങ്ങോട്ട് പിന്നെ കൊടുത്തതിന് തിരിച്ചിങ്ങോട്ടും വേണം അല്ലെ, എന്താ പറയാ, ഒരു ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം അല്ലെ. ഇവിടുന്ന് ഒരു വുമണിനെ കൊടുത്തു, അപ്പൊ അവിടുന്ന് തിരിച്ച് പിന്നെ വേറൊരു വുമണിനെ ഈ പെൺകുട്ടിയുടെ ബ്രദറിന് അല്ലെ പിന്നെ വിവാഹം കഴിക്കാന്, അങ്ങനെ എക്സ്ചേഞ്ച് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു ഫോം ഓഫ് എന്താണ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അതുകൊണ്ട് ബ്രൈഡ് പ്രൈസ് ആയിരുന്നു എന്താണ് പ്രിവിലന്റ് ആയിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഡൗറി. അതായത് ചെക്കന്റെ വീട്ടുകാരാണ് പെണ്ണിന്റെ വീട്ടുകാർക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, മണിന്റെ ഫോമിൽ ബ്രൈഡ് പ്രൈസ് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോമില് ബ്രൈഡ് പ്രൈസ് അവര് കൊടുത്തിരിക്കണം. അതായത് ഇവിടുത്തെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഘാര, അതായത് ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ചുള്ള തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോ എന്താ പറയാ, ഈ ഒരു ഘാര അല്ലെങ്കിൽ ചുള്ള, അപ്പൊ ഈ ഒരു ഫാമിലിയിൽ കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്, പറ്റേണൽ ഗ്രാൻഡ് പാരന്റ്സ്, അതായത് അച്ഛന്റെ പാരന്റ്സ്, അതുപോലെ തന്നെ ബ്രദേഴ്സ്, പിന്നെ അവരുടെ ചിൽഡ്രനും ആയിരുന്നു. അപ്പൊ ഈ പാരന്റ്സിന്റെ അഭാവത്തില് എൽഡർ ബ്രദർ ആയിരിക്കും കാര്യങ്ങളൊക്കെ, ഡിസിഷൻസ് ഒക്കെ എടുക്കുക. അവരുടെ പിന്നെ താഴെയുള്ള ബ്രദേഴ്സിന്റെയും അവരുടെ ചിൽഡ്രന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ ഈ എൽഡർ ബ്രദർ ആയിരിക്കും എന്ത് എടുക്കുക. അതുകൊണ്ട് തന്നെ ഇതിന് പാട്രിയാർക്ക് ഫാമിലി എന്നാ പറയുക. അതായത് ഹെഡ് ഓഫ് ദ ഫാമിലി എന്താണ്, മെയിൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പാട്രിയാർക്ക് ഫാമിലി എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ അതേ സമയത്ത് കൊടംബ് എന്താണ് ലാർജർ ഗ്രൂപ്പിനെ വിളിക്കുക. അപ്പൊ അവിടെ എന്താണ് എക്സ്റ്റെൻഡഡ് കിന്നും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഗാര എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ അവിടെ ഫാമിലിയിലെ, അതായത് ഫാമിലി മെയിൻ ആയിട്ട് കൺസിസ്റ്റ് ചെയ്യുന്ന എന്താണ്, ഗ്രാൻഡ് പാരന്റ്സ്, ബ്രദേഴ്സ്, അതുപോലെ തന്നെ ചിൽഡ്രൻ. പിന്നെ അദ്ദേഹം പറയുന്നത് ഖോൽ എന്ന് പറയുന്നത് എന്താണ്, കിൻഷിപ്പ് സ്ട്രക്ചറിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. അപ്പൊ ഈ ഖോൽ ഇത് പാറ്റർ ലീനിയേജ് ആണ്. അതായത് ലീനിയേജ് എന്താണ്, ഫാദറിന്റെ കിന്നിലൂടെയാണ് ട്രേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റും മെയിൽ ലൈനിലൂടെയാണ് ട്രേസ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ പാറ്റർ ലീനിയേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ ഈ കുടുംബത്തിലത്തെ ഭാര്യമാര്, അപ്പൊ അവരവരുടെ നാറ്റൽ ഹോമിലത്തെ അവരുടെ ഇടയിൽ എന്താണ് വലിയ റിലേഷൻ ഒന്നും എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് നാറ്റൽ ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാര്യമാര് ജനിച്ചു വളർന്ന അവരുടെ സ്വന്തം വീട് അല്ലെ. അപ്പൊ അതിനുശേഷം അവർ പിന്നെ മാരി ചെയ്ത് വന്നപ്പോ ഇല്ല, ഈ ഒരു ഹോമിന് എന്താണ് വിളിക്കുന്നത്, മാരിറ്റൽ ഹോം എന്ന്. അപ്പൊ അവരുടെ നാറ്റൽ ഹോമുമായിട്ട് അവർക്ക് അത്രത്തോളം കണക്ഷൻ ഇല്ലായിരുന്നെന്നും, അപ്പോ ഈ ഒരു ആൾക്കാര്, അതായത് പണ്ഡിറ്റ്സ് എന്താണ് ഇവരുടെ ഭാര്യമാരുടെ ആ റിലേഷൻ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവരുടെ ആ നാറ്റൽ ഹോം എന്ന് പറയുന്നത് അവർ ഭയങ്കര റിച്ച് ആണെന്നുണ്ടെങ്കിൽ അവരെന്തായിരുന്നു, അതായത് ഭാര്യമാരുടെ വീട്ടുകാര് അല്ലെ, നാറ്റേണൽ ഹോം, അപ്പോ അവര് റിച്ച് ആയിരുന്നു, പവർഫുൾ ആയിരുന്നു എങ്കിൽ അവരെന്താണ് ഈ ഗ്രൂമിന്റെ ആൾക്കാർ അല്ലെ, ഹസ്ബൻഡിന്റെ വീട്ടുകാര് കൺസിഡർ ചെയ്തിരുന്നു. അതല്ല
എങ്കിൽ എന്താണ് അവർ അത്രത്തോളം പ്രാധാന്യമൊന്നും ഈ ഭാര്യമാരുടെ വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് അദ്ദേഹം ഇവിടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അദ്ദേഹം അവരുടെ പണ്ഡിറ്റ് കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ജെൻഡർ ബയാസിനെ കുറിച്ചിട്ടും സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് അവരുടെ ഇടയിൽ പറയപ്പെടുന്നത് എന്താന്ന് വെച്ചാല് ചില പഴഞ്ചൊല്ലുകൾ തന്നെ ഉണ്ടായിരുന്നു. അതായത് ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ അത് ജോയ് ഹാപ്പിനെസ് കൊണ്ടുവരുമെന്നും, പെൺകുട്ടികളാണ് ജനിക്കുന്നത് എങ്കിൽ ഫാമിലിയിൽ പെൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ അതെന്താണ് സാഡ്നെസ് ആണ് കൊണ്ടുവരിക എന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള പഴഞ്ചൊല്ല് വരെ അവരുടെ എന്താണ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് പെൺകുട്ടികൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യണം അല്ലെ, ഹൗസ് ഹോൾഡ് വർക്കിൽ ഹെൽപ്പ് ചെയ്യണമെന്നും അതുപോലെ തന്നെ അവർക്ക് എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്തിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരം ജെൻഡർ ബയാസിനെ ഒക്കെ അദ്ദേഹത്തിന്റെ വർക്കിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പണ്ഡിറ്റ് കമ്മ്യൂണിറ്റിയിൽ എന്താണ് ചില യൂണിക് ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പൊതുവെ എല്ലാ സ്ത്രീകൾക്കും ല്ലെ എന്താണ് ആ ഭർത്താവിന്റെ എന്താ പറയാ പ്രോപ്പർട്ടിയിൽ അവകാശം ഉണ്ടാവും. പക്ഷെ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ആ ഭാര്യയ്ക്ക് അങ്ങനെ യാതൊരു റൈറ്റും ഇല്ല. മറിച്ച് അവരുടെ മക്കൾക്ക്, അതായത് ആൺമക്കൾക്ക് ആയിരിക്കും അതിന്റെ പ്രോപ്പർട്ടി റൈറ്റ്സ് വരിക. അവര് വീതിച്ചെടുക്കുകയായിരിക്കും ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ഒരു പെൺകുട്ടി മാരേജിന് ശേഷം എന്താണ് അവർക്ക് അവരുടെ നാറ്റൽ ഹോമിൽ യാതൊരു പ്രോപ്പർട്ടി റൈറ്റ്സ് ഇല്ല. ആ പെൺകുട്ടീന്റെ കുട്ടികൾക്കോ എന്തുണ്ടായിരിക്കില്ല, മാരേജിന് ശേഷം അവരവരുടെ മാരിറ്റൽ ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ നാറ്റൽ ഹോമിലത്തെ പ്രോപ്പർട്ടി റൈറ്റ്സ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ പെൺകുട്ടിക്കോ ആ പെൺകുട്ടീന്റെ മക്കൾക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ പ്രോപ്പർട്ടി റൈറ്റ്സ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാരേജ് ഫെയിലിയർ അല്ലെ, ഡിവോഴ്സോ അല്ലെങ്കിൽ വിഡോഹുഡോ കാരണം അവർ തിരിച്ചവരുടെ നാറ്റൽ ഹോമിലേക്ക് വരികയാണെങ്കിൽ എന്താണ് അവർക്ക് അവരുടെ പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ പൊതുവെ എല്ലാ സൊസൈറ്റിയിലും അമ്മാവന്മാർക്കൊക്കെ ഭയങ്കര അധികം റോളാണ് ഉള്ളത് അല്ലെ, അതായത് അമ്മയുടെ ബ്രദറിന്. പക്ഷെ ഇവിടെ അമ്മയുടെ ബ്രദറിനല്ല, മറിച്ച് അച്ഛന്റെ സിസ്റ്ററിനാണ് എന്താണ് പിന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ചില സെറമണീസിലൊക്കെ അവർക്ക് എന്താണ് പ്രധാനപ്പെട്ട പല റോൾസും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ TN മദൻ പറയുന്നത് എന്താന്ന് വെച്ചാല് നമുക്കൊരു ക്ലിയർ കട്ട് ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഫാമിലി ഓഫ് ഓറിയന്റേഷനും ജനിച്ചു വളർന്ന ഫാമിലിയിലെ അതാണ് ഫാമിലി ഓഫ് ഓറിയന്റേഷൻ. അതുപോലെ തന്നെ ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ, മാരേജിന് ശേഷം ഫോം ചെയ്യുന്ന ആ ഒരു ഫാമിലി. അപ്പൊ ഇതിന്റെ ആ ഒരു രണ്ട് ക്ലിയർ കട്ട് ഡിവിഷൻ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ ഇതിന് കാരണം എന്താണ്, ഒരു പെൺകുട്ടി ജനിച്ചു വളർന്ന ആ ഒരു ഫാമിലിനെ നമുക്ക് ഫാമിലി ഓഫ് ഓറിയന്റേഷൻ എന്നും, മാരേജ് ചെയ്തതിന് ശേഷം ഉള്ള ആ ഒരു ഫാമിലിനെ നമുക്ക് ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ എന്നും പറയാൻ പറ്റും. അപ്പം ഈ രണ്ട് ഫാമിലിന്റെ ആ ഒരു ക്ലിയർ കട്ട് ഡിവിഷൻ കാണുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് കാരണം എന്താന്ന് വെച്ചാല് മാരേജിന് ശേഷം എന്താണ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് അവരുടെ ഇതൊന്ന് കട്ടേനെ. അപ്പൊ മാരേജിന് ശേഷം ഹസ്ബൻഡിന് അവരുടെ വൈഫിന്റെ വീട്ടില് ലീഗലോ അതേപോലെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള യാതൊരു റൈറ്റ്സും ഇല്ല. അവര് വെറും എന്താണ് ഹസ്ബൻഡ് വെറും എന്താണ് ഗസ്റ്റ് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പണ്ഡിറ്റ് കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ കിൻഷിപ്പ് സ്റ്റഡീസിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്തത് MN ശ്രീനിവാസൻ. അപ്പൊ MN ശ്രീനിവാസൻ ഒരു ഇൻറ്റോളജിസ്റ്റ് ആയിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഇന്ത്യൻ സൊസൈറ്റിനെ ഫീൽഡ് വർക്കിലൂടെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവിടെ പോയിട്ട് ആ സൊസൈറ്റിനെ പറ്റിയിട്ട് അല്ലെ അവിടെ നിന്ന് പഠിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഫീൽഡ് വർക്ക് എന്ന് പറയുക. അപ്പൊ അദ്ദേഹത്തിന്റെ MA thesis ആയിട്ടുള്ള മാരേജ് ആൻഡ് ഫാമിലി അമംഗ് കന്നഡ കാസ്റ്റ് ഇൻ മൈസൂർ. അപ്പൊ ഇതിൽ അദ്ദേഹം കിൻഷിപ്പ് ടെർമിനോളജീസ് അതേപോലെ കിൻഷിപ്പ് സിസ്റ്റത്തിനെ മാത്രമല്ല പഠിച്ചിട്ടുണ്ടായിരുന്നത്, മറിച്ച് ഫാമിലി സ്ട്രക്ചർ അതുപോലെ തന്നെ മാരേജ് പ്രാക്ടീസ് ഇതിനെയൊക്കെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതില് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫീൽഡ് വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു വർക്കാണ് റിലീജിയൻ ആൻഡ് സൊസൈറ്റി അമംഗ് കൂർഗ്സ്, അതായത് കൊടക് അല്ലെ. അപ്പോ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് ഇവരുടെ ഇടയിലത്തെ, അതായത് ഈ കൂർഗ്സ് അവരുടെ ഇടയിലത്തെ എന്താണ് മാരേജ്, ബിലീഫ്സ്, ഫാമിലി സ്ട്രക്ചർ അതുപോലെ തന്നെ ലീനേജ് ഇതിനെ പറ്റിയിട്ടൊക്കെയായിരുന്നു അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവരുടെ ഇടയിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്തത് ഇവരെന്താണ് വേദിക് പ്രാക്ടീസസ് ഒന്നും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നും അവരുടെ ആൻസിസ്റ്ററൽ പ്രോപ്പർട്ടിനെ അവർ വളരെ സാക്രഡ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. അപ്പൊ ഓരോ എസ്റ്റേറ്റിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ആൻസിസ്റ്ററൽ ഷ്രീൻ, അതായത് സ്മാരകം അല്ലെ, പൂർവികരുടെ സ്മാരകം അല്ലെങ്കിൽ ടെമ്പിളില് നമുക്ക് ഓരോ എസ്റ്റേറ്റിലും കാണാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി അതുപോലെ തന്നെ എക്കണോമിക്കലി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നു. അതുപോലെ ഇവരുടെ ഇടയിൽ പാട്രി ലോക്കൽ അതുപോലെ തന്നെ പാട്രി ലീനിയർ സിസ്റ്റം ആയിരുന്നു കണ്ടിരുന്നത്. പിന്നെ അവരുടെ ബേസിക് യൂണിറ്റ്, ഇപ്പൊ കൂർക്ക് സൊസൈറ്റിന്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ഒക്കായാണ്. ഇപ്പൊ പാട്രിലീനിയലും അതുപോലെ തന്നെ പാട്രി ലോക്കൽ സിസ്റ്റം എന്താണ് ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയാത്തത് കേട്ടോ. അതായത് പാട്രി ലോക്കൽ എന്ന് പറഞ്ഞാല് മാരേജിന് ശേഷം ഹസ്ബൻഡിൽ വീട്ടിലോട്ട് താമസം മാറുന്നതിനാണ് പാട്രി ലോക്കൽ എന്ന് പറയാ. അപ്പൊ ലീനേജ് മെയിൽ ലൈന് വഴി ട്രേസ് ചെയ്യുന്നതിനെയാണ് അല്ലെ, ലീനേജ് മെയിൽ വഴി ട്രേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാട്രിലീനിയൽ എന്ന് പറയുന്നത്. അപ്പോ കുർക്ക് സൊസൈറ്റിന്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് ഒക്ക എന്നതിനെയാണ് നമ്മൾ കുർക്ക് സൊസൈറ്റിന്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ എം.എൻ. ശ്രീനിവാസൻ കൂർക്കത്തെ ഫാമിലി സ്ട്രക്ചറിനെ കേരളത്തിലെ മാട്രിലീനിയൽ നായർ ഫാമിലിയോ അതുപോലെ തന്നെ പാട്രിലീനിയൽ നമ്പൂതിരി ഫാമിലി സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരുന്നു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഓരോ വില്ലേജിലും ഒരു ഹെഡ്മാൻ ഉണ്ട്. ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹെറിഡിറ്ററി ആയിരുന്നു. അതുപോലെ തന്നെ ഒരു കൗൺസിൽ ഓഫ് എൽഡേഴ്സും ഉണ്ടായിരുന്നു. അതായത് ഓരോ വില്ലേജിലും എന്താണ്? ഒരു ഹെഡ്മാനും അതുപോലെ തന്നെ ഒരു കൗൺസിൽ ഓഫ് എൽഡേഴ്സും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഈ ഒരു എസ്റ്റേറ്റ്, അതായത് നമുക്കറിയാം കൂർക്ക് ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? അവര് പാട്രിലീനിയൽ സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് ആർക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ? മെയിൽ മെമ്പേഴ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ വരാന്ത എന്നൊക്കെ പറയുന്നത് എന്താണ്? മെന്നിന്റെ മാത്രം ഒരു ഏരിയ ആയിരുന്നു. വിമന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? കിച്ചൺ, അതുപോലെ തന്നെ ഗസ്റ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നർ റൂംസ് സെപ്പറേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ ഇടയിലും ഒരു ഭയങ്കര ഒരു എന്താണ് ഡിവിഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് എന്താ പറയാ, മെൻ എന്ന് പറയുന്നത് ഹണ്ടിങ്ങില് അതുപോലെ തന്നെ ഡാൻസ് അല്ലെ, ഇതിലൊക്കെ സ്കിൽഫുൾ ആയിരിക്കണം എന്നതാണ്. അപ്പൊ ഇവര് ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന സമയത്ത് ഇവര് ഡാൻസ് കളിക്കും. അപ്പൊ അത് ദൂരെ നിന്ന് എന്താണ് വിമൻ വാച്ച് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ അദ്ദേഹം ഈ ഒരു കൂർക്ക് സൊസൈറ്റിനെ പറ്റി എന്താണ് വളരെ എന്താണ് ആഴത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ മാരേജിന് ശേഷം എന്താ പറയാ, വിമൺ എന്ന് പറയുന്നത് അവരുടെ നാറ്റല്ലേ ജനിച്ചു വളർന്ന ആ ഒക്ക എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിത്തെ മെമ്പർ അല്ല. പിന്നെ അവരെന്താണ് അവരുടെ മാരിറ്റൽ ഹോമിലേക്ക് ഒരു മെമ്പർ ആയി മാറി എന്നുള്ളതാണ്. അപ്പം ഇവിടെയും നമുക്ക് എന്താ പറയാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒക്കെ കാണാൻ പറ്റൂലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പണ്ഡിറ്റ് സൊസൈറ്റിയിലും ഇതുപോലെ തന്നെ അല്ലെ കുറച്ച് സാമ്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കാര്യം പറയാൻ മറന്നു. ഇവിടെ വിഡോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താണ് ലെഗറേറ്റ് പ്രാക്ടീസ് ചെയ്യും. അതായത് എന്താണ് വിഡോ അവരുടെ പിന്നെ അതായത് വിധവ അല്ലെ, അവരവരുടെ മരിച്ച ആ ഭർത്താവിന്റെ ബ്രദറിനെ എന്ത് ചെയ്യാൻ പറ്റും? മാരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇവിടുത്തെ ഈ ഡിസ്ക്രിമിനേഷൻ ഒക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഈ പണ്ഡിറ്റ് സൊസൈറ്റിയിലും ഏകദേശം ഏറെക്കുറെ അല്ലെ ഇതേപോലത്തെ ഡിസ്ക്രിമിനേഷൻ നമുക്ക് അവിടെയും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ജെൻഡർ ആൻഡ് കിൻഷിപ്പ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പോർഷനാണ്. കിൻഷിപ്പ് സ്റ്റഡീസ് ആൻഡ് ജെൻഡർ. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കിൻഷിപ്പ് സിസ്റ്റത്തിനെ പഠിക്കാനായിട്ട് കിൻഷിപ്പ് സ്റ്റഡീസിൽ പല പുതിയ പെർസ്പെക്റ്റീവ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്, മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് കിൻഷിപ്പ് സിസ്റ്റത്തിന്റെ അകത്ത് വിമന്റെ റോൾ എന്തായിരുന്നു, അവരുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു, എന്തൊക്കെ ഇനീക്വാളിറ്റീസ് ആണ് അവർ നേരിട്ടിരുന്നത് എന്നൊക്കെ ആയിരിക്കും. അപ്പൊ ലീല ഡ്യൂബ് അവരുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാണ് അവര് കിൻഷിപ്പിനെയും അതുപോലെ തന്നെ ജെൻഡറിനെയും കണക്ട് ചെയ്തിട്ട് എഴുതുന്നത്. അപ്പൊ അവര് പറയുന്നത് പണ്ട് കാലത്ത് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ. ഒരു പെൺകുട്ടീനെ എങ്ങനെയാണ് ഒരു മാരേജിലേക്കുള്ളൊരു എന്താ അല്ലെ, പിന്നെ ഇങ്ങനെ ചെയ്യണം, ഹൗസ് ഹോൾഡ് വർക്ക് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ട്രെയിൻ ചെയ്യിപ്പിച്ച ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ അവരുടെ ആ ഒരു കാലഘട്ടത്ത് സിംഗിൾ വുമൺ ഒന്നും പിന്നെന്താ ഇതുണ്ടായിരുന്നില്ല, അങ്ങനെ പ്രൊമിനന്റ് ആയിട്ടുണ്ടായിരുന്നില്ല മാരേജ് ചെയ്യാത്ത സിംഗിൾ വുമൺ ഒന്നും. പക്ഷെ എങ്കിൽ പോലും അവരുടെ പല ടീച്ചേഴ്സും എന്തായിരുന്നു സിംഗിൾ വുമൺ ആയിരുന്നു എന്നും അവര് പറയുന്നുണ്ട്. അതോടൊപ്പം അവര് പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ വുമണിന് എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നത് തന്നെ എന്തിനാണ്? അവര് പിന്നെ എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള ഒരു ഐഡിയോടല്ല, മറിച്ച് പിന്നെ ചില എന്താ പറയാ സിറ്റുവേഷനിൽ, അതായത് ഇപ്പോ വിഡോഹുഡ് ഒക്കെ വരുമ്പം അവര് സ്വയം എന്താ പറയാ
എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു സാഹചര്യത്തിൽ മാത്രം കേട്ടോ വേണ്ടിയിട്ടായിരുന്നു അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാണ് അവര് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ മുന്നേ പഠിച്ചിട്ടുള്ളതിൽ എം.എൻ. ശ്രീനിവാസന്റെ ഇപ്പോ കൂർഗ് സൊസൈറ്റിയിലും അതുപോലെ തന്നെ പണ്ഡിറ്റ് സൊസൈറ്റിയിലും അപ്പൊ ഇവിടെയൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാരേജിന് ശേഷം വിമണ് അവരുടെ നാച്ചുറൽ ഹോമിലല്ലേ അവര് ജനിച്ചു വളർന്ന വീട്ടിൽ യാതൊരു റൈറ്റ്സോ ഒന്നുമില്ല. അവര് പിന്നീട് കംപ്ലീറ്റ്ലി മാരിറ്റൽ ഹോമിലേക്ക് എന്ത് ചെയ്യാണ് അസിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവര് പറയുന്നത് ഈ കിൻഷിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് മെയിലിനെ ഫേവർ ചെയ്തുകൊണ്ടാണ് അല്ലെ. പാട്രിലോക്കൽ എന്നൊക്കെ പറയുമ്പോൾ അവര് എന്താണ് ശരിക്കും പറഞ്ഞാൽ മാനിന് അവരുടെ സ്വന്തം വീട്ടിൽ നിൽക്കാം. പക്ഷെ വിമൺ എന്ന് പറയുമ്പോൾ മാരേജിന് ശേഷം അവർക്ക് അവരുടെ വീട്ടിൽ യാതൊരു എന്താ പറയാ അവകാശങ്ങളോ തിരിച്ച് അങ്ങനെ എപ്പോഴും പോയി നിൽക്കാനുള്ള റൈറ്റ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മാരേജിന് ശേഷമല്ലേ അവര് വിമന്റെ വീട്ടുകാർക്ക് എന്താ പറയാ ഇവരുടെ ഈ ഒരു വീട്ടിലേക്ക് മാരി ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിലേക്ക് വരാനും അത്രത്തോളം എന്തുണ്ടായിരുന്നില്ല റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോ ലീല ഡ്യൂബ് പിന്നെ ഒബ്സർവ് ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഗോണ്ട് വുമന്റെ ഇടയില് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ടായിരുന്നു. അതായത് അപ്പർ കാസ്റ്റ് വുമനെ വെച്ച് നോക്കുമ്പോൾ അവർ കുറച്ചും കൂടി എന്തായിരുന്നു അവർക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവര് പറയുന്നത് ഇവരുടെ ഇടയിൽ വിഡോ റീമാരേജ് ഉണ്ടായിരുന്നു എന്നതും അതുപോലെ തന്നെ ഡൗറിക്ക് പകരം അവിടെ ബ്രൈഡ് പ്രൈസ് ആയിരുന്നു ആ സിസ്റ്റം ആയിരുന്നു പ്രിവലന്റ് ആയിട്ട് ഉണ്ടായിരുന്നത് എന്നാണ്. പക്ഷെ എങ്കിൽ പോലും എന്താണ് ഓൾഡ് വുമൺ അവർക്ക് മറ്റു സോഴ്സ് ഓഫ് ഇൻകം ഒന്നും ഇല്ലെങ്കിൽ അവര് എന്താണ് മക്കളെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവര് എന്ത് ചെയ്യണം അവരുടെ ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് നൽകണം. അതായത് അവർക്ക് ഇത്ര വയസ്സായി ഇത്രയും ഏജ്ഡ് ആയി അതൊന്നും ഒരു ഫാക്ടറി അല്ലായിരുന്നു. എങ്കിൽ പോലും അവരെന്ത് ചെയ്യണം അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ പിന്നെ മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഗേ ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഇതിന് ഈ ഒരു ഇത് എന്താ പറയാ ഫാമിലിയിലും അതുപോലെ തന്നെ കിൻഷിപ്പ് സിസ്റ്റത്തിലും വളരെയധികം ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്ന് പറയുന്നത് എന്താണ് റിലേഷൻഷിപ്പിനെ നമ്മൾ എന്താണ് ബ്ലഡ് ടൈസും അതുപോലെ തന്നെ മാരേജിന്റെ വഴിയിൽ മാത്രമായിരുന്നു ട്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ ഒരു സിസ്റ്റം വന്നതോടുകൂടി അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്താ പറയാ ഇമ്പാക്റ്റോട് കൂടി ഇനി എങ്ങനെയാണ് നമ്മൾ ഫാമിലിനെ പഠിക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു അല്ലെ. നമ്മുടെ അലയൻസും അതുപോലെ തന്നെ മറ്റ് അപ്രോച്ച് ആയിട്ടുള്ള എന്താ പറയാ ഡിസെന്റ് അപ്രോച്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ രണ്ട് ലെസ്ബിയൻ ഗേ റിലേഷൻഷിപ്പ് പഠിക്കാൻ പറ്റില്ല. അപ്പോ പിന്നീട് വന്ന കിൻഷിപ്പ് സ്റ്റഡീസ് ഒക്കെ എന്താ പറയാ ഗേ ലെസ്ബിയൻ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ന്യൂ കിൻഷിപ്പ് സ്റ്റഡീസ് അതുപോലെ തന്നെ ന്യൂ കിൻഷിപ്പ് സ്റ്റഡീസ് അതുപോലെ തന്നെ ന്യൂ റിലേറ്റഡ്നെസ് ഇതൊക്കെ നമ്മൾ ന്യൂ റിലേറ്റഡ്നെസ് അല്ല റിലേറ്റഡ്നെസ് ഓക്കെ ഇതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഈ ഒരു ഗേ ലെസ്ബിയൻ റിലേഷൻ വന്നതോടുകൂടി ഫാമിലിയിലും അതുപോലെ തന്നെ കിൻഷിപ്പ് സിസ്റ്റത്തിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നത് ഇല്ല. അതുവരെ ഒരു ഐഡിയൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ് ഭാര്യയും ഭർത്താവും അവരുടെ ചിൽഡ്രനും ആയിരുന്നു. അപ്പൊ ഈ ഒരു ഇത് പീപ്പിൾ അംഗീകരിച്ചതിന് ശേഷം പിന്നെ അവിടെ കുറെ ചേഞ്ചസ് വരികയാണ് അല്ലെ. ആകെ മൊത്തം ചേഞ്ചസ് വരികയാണ് ചെയ്യുന്നത് ഫാമിലിയിലും അതുപോലെ തന്നെ കിൻഷിപ്പ് സിസ്റ്റത്തിലും. അപ്പോൾ ഒരു യൂണിറ്റ് കഴിഞ്ഞു. നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തത് കിൻഷിപ്പ് സ്റ്റഡീസ് എന്താണ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവില് പിന്നീട് നമ്മൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവില് കിൻഷിപ്പ് സ്റ്റഡീസിനെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് എന്താണ് കിൻഷിപ്പ് സിസ്റ്റത്തിന് ജെൻഡറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരുന്നു പഠിച്ചത് അല്ലെ. എന്താണ് എന്തൊക്കെ റോൾസ് ആണ് വിമണിനുള്ളത് സ്റ്റാറ്റസ് എന്തായിരുന്നു അതുപോലെ തന്നെ ഗേ ലെസ്ബിയൻ റിലേഷൻഷിപ്പ് അല്ലെ ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആണ് അല്ലെ. പിന്നെ അതോടുകൂടി നമുക്ക് നമ്മളെ ഫാമിലിയിലും കിൻഷിപ്പ് സിസ്റ്റത്തിലും എന്ത് വന്നു മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അതായത് ഡിസ്കസ് ഐരാവതി കാർവേസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കിൻഷിപ്പ് ഇൻ ഇന്ത്യ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കിൻഷിപ്പ് എന്താന്ന് പറഞ്ഞു തുടങ്ങാം കേട്ടോ. കിൻഷിപ്പ് ഇങ്ങനെയാണ്. എന്താണ് കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. മാരേജ് വഴിയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അഫിനൽ എന്നും അതല്ല ബ്ലഡ് റിലേഷൻ വഴിയാണ് ആ റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുക കോൺസാഗുനൽ അല്ലെ. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു കുഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം പിന്നീട് എന്താ ഐരാവതി കാർവേ എന്ന് പറയുന്നത് ഇന്ത്യത്തെ ഫസ്റ്റ് ഫീമെയിൽ ആന്ത്രോപോളജിസ്റ്റ് ആണ്. അവരൊരു ഇൻഡോളജിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ GS മുരിയന്റെ സ്റ്റുഡന്റ് ആണ് അല്ലെ.
അപ്പൊ അങ്ങനെ അവർ അവരുടെ ബുക്കായിട്ടുള്ള എന്താണ് കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ, ഇതന്നെയാ തോന്നുന്നു കേട്ടോ ബുക്കിന്റെ പേര്, ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. അപ്പൊ ആ ബുക്കിന്റെ അകത്ത് അവർ പറഞ്ഞിട്ടുള്ള എന്താണ്, ഇന്ത്യത്തെ കിൻഷിപ്പ് പാറ്റേൺ എന്ന് പറയുന്നത് റീജിയനിൽ നിന്ന് റീജിയനിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോ ഇന്ത്യത്തെ കിൻഷിപ്പ് പാറ്റേണും ബിഹേവിയറും എന്തല്ല, യൂണിഫോം അല്ല എന്ന് പറഞ്ഞിട്ട് അവര് ഇന്ത്യനെ ലാംഗ്വേജസിന്റെ ബേസിസിൽ 4 സോണായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കിൻഷിപ്പിനെ പറ്റിയിട്ട്, അല്ലെ? കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവര് ഇന്ത്യനെ 4 സോണായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ലാംഗ്വേജിന്റെ ബേസിസിൽ. എന്നിട്ട് ഈ 4 സോൺസ് എന്തൊക്കെയാണ്? സെൻട്രൽ, നോർത്ത്, ഈസ്റ്റ്, അതുപോലെ തന്നെ സൗത്ത്. അപ്പൊ ഈ 4 സോൺസിന്റെയും ഫീച്ചേഴ്സ് എന്താന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും എഴുതിയ ഓക്കെ. ഇത്രയും ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ കീഴിൽ എഴുതേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റ്സ് ഡിസ്കസ് ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. താങ്ക്സ്.